ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. അപ്പോൾ എറണാകുളത്ത് നിന്ന് നമ്മളിതാ മൂന്നാറിലേക്ക് എത്തി കേട്ടോ. മൂന്നാർ ടൗൺ വരെ പോകണ്ട, അതിന് തൊട്ടിപ്പുറത്തുള്ള സ്പ്രൈസ് റിസോർട്ട് ആൻഡ് സ്പായിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള റിസോർട്ടിന് മുമ്പിൽ നമ്മൾ എത്തി. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഒരു കുതിര വണ്ടിയൊക്കെയാണ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ടാണ് വേഗം ചാടി. അങ്ങനെ കൊടും ചൂടിൽ നിന്ന് നമ്മൾ ഒരു ദിവസത്തെ ഒരു തണുപ്പിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ജോക്കുട്ടനും ചക്കരയും വളരെ ത്രില്ലിലാണ്. പൂളൊക്കെ നോക്കിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. മമ്മി, ബിൻചായൻ, ചക്കര, ജോക്കുട്ടൻ എല്ലാവരും കൂടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. ഇന്ന് നമ്മൾ എവിടെ എത്തിയിരിക്കുന്നതെന്ന് അറിയോ? മൂന്നാറാണ്. നല്ല ചൂടൊക്കെ അല്ലേ, അത് തന്നെ നേരെ മൂന്നാർക്ക് വിട്ടു. സ്പ്രൈസ് റിസോർട്ട് ആൻഡ് സ്പായിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ളൊരു റിസോർട്ടാണ്. പൂളുണ്ട്, അതുപോലെ തന്നെ സ്പാ ഉണ്ട്, പിന്നെ നല്ല ഫുഡാണ്. ഇതൊക്കെ കേട്ടറിഞ്ഞാണ് വന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ എൻ്റെ കൂടെ ഫാമിലി ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ് എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് റിസോർട്ടൊക്കെ ഒന്ന് കാണാം അല്ലേ, വാ. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ റിസപ്ഷൻ അതാണ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കോട്ടേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ചധികം കോട്ടേജുകളുണ്ട്. അങ്ങോട്ടേക്കാണ് റിസോർട്ട് ഫുൾ വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. 2 മണിക്കാണ് ഇവിടെ ചെക്ക് ഇൻ ടൈം. അപ്പോൾ വന്നപ്പോൾ തന്നെ ഒന്ന് കൂളാവാനായിട്ട് നല്ലൊരു ജ്യൂസൊക്കെ തന്നു. ചക്കരക്കുട്ടി ജ്യൂസൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഇതാണ് അവരുടെ ഫ്രണ്ട് പോർഷൻ റിസപ്ഷനിൽ ഇരുന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ. ഫുൾ ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ കവേർഡ് ആയിട്ടുള്ളതായതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു മൂന്നാറിൻ്റെ ഒരു തണുപ്പും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി. നട്ടുച്ചയായതുകൊണ്ട് ഒരു തണുപ്പും ഇല്ല. വൈകുന്നേരവും രാവിലെയൊക്കെ തണുപ്പ് വരുമെന്ന് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കോട്ടേജ് നമ്പർ കിട്ടിയേക്കണം 101 ആണ് കേട്ടോ. നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഈ ഒരു റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 റൂംസ് അപ്പുറത്തും ഇപ്പുറത്തുമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് ഒരു ഡബിൾ ബെഡിൻ്റെ റൂം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു റൂമും കൂടെ വരുന്നുണ്ട് കേട്ടോ. യെസ്, ഇവിടെ ഒരു ഡബിൾ ബെഡ് റൂമാണ് വരുന്നത്. പിന്നെ നമുക്ക് ചെയേഴ്സൊക്കെ ഉണ്ട്, സീറ്റിംഗ് കപ്പാസിറ്റി എല്ലാം നല്ല ലൈറ്റ് ഇട്ടുള്ള ചക്കര. അതിൽ TV. പിന്നെ നമുക്ക് ഇവിടെ ഒരു നല്ല ഒരു മിററൊക്കെ ഉണ്ട്. നമുക്ക് അതിൽ ഡ്രസ്സിങ് സ്പേസും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡ്രസ്സിങ് സ്പേസ് ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബാത്റൂം. പിന്നെ ഇതാണ് ബാത്റൂം. എല്ലാം നല്ല നീറ്റായിട്ടുള്ള ബാത്റൂം എല്ലാം ആണ്. പിന്നെ സ്പേഷ്യസ് ആണ് കേട്ടോ. ഇവിടെ റൂംസും എല്ലാം തന്നെ നല്ല സ്പേഷ്യസ് ആണ്. ഇത് ബെഡ്റൂം ആണെങ്കിൽ തൊട്ടിപ്പുറത്തേക്ക് നമുക്കൊരു ലോഞ്ച് ഏരിയ പോലെ നമുക്കിവിടെ വിശ്രമിക്കാനും എല്ലാം പറ്റുന്ന ഒരു ഏരിയ ഇവിടെ ഉണ്ട്. യെസ്, ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂം. അപ്പോൾ ഈ റൂമിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. കബോർഡ് ഈ റൂമിലും ഉണ്ട്. നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങളെല്ലാം വയ്ക്കാം. മമ്മിയുടെ ബാഗൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ ബാഗ് ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പം വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ടേബിൾ പോലെ നമുക്കെല്ലാം സെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട്. അതുപോലെ ഫ്രണ്ടിൽ നമുക്ക് നല്ലൊരു സീറ്റിംഗ് ഏരിയ ഉണ്ട്. അവിടെ പക്ഷേ TV ഇല്ല കേട്ടോ. ഇവിടെയാണ് TV ഉള്ളത്. ബാക്കി 2 റൂമിലും TV ഉണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു ബാൽക്കണി വരുന്നുണ്ട്. ബാൽക്കണിയിലേക്ക് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. വാ, ഇവിടുന്ന് അപ്പുറത്തെ ദൂരെയുള്ള കുറേ മലകളും ഒക്കെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ അപ്പുറത്തെ അങ്ങറ്റത്തൊരു തടാകമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ ആണ്. തൊട്ടപ്പുറത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് ഏറ്റവും രസം. അവിടെ നിറയെ മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവർ ഇപ്പുറത്തെ സൈഡും ഇവിടെ മലകളുണ്ട്, കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ 2 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ചെക്ക് ഇൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് കയറി ഞങ്ങളുടെ ലഗേജ് ഒക്കെ സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്ന് കാറ്റ് കൊള്ളുന്ന ഒരാളെ കാണിച്ചു തരാം കേട്ടോ. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജോക്കുട്ടനും ഇവിടെ ഇരുന്ന് എന്തൊക്കെയാണ് ഫോട്ടോ എടുക്കേണ്ടത്, വീഡിയോ എടുക്കുന്നതെന്നുള്ള ആലോചനയിലാട്ടോ. ഞങ്ങളുടെ ബാൽക്കണിയുടെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്, കാണാൻ നല്ല രസം. നമുക്ക് തൊട്ടങ്ങോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മേഘങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ അങ്ങ് അറ്റത്തേക്കുള്ള കുറേ കാഴ്ചകൾ വിസിബിൾ ആവും. ഒരു തടാകവും എല്ലാം അങ്ങേയത്ത് കാണാം. ഇതാണ് നമ്മുടെ ഈ റിസോർട്ടിലെ നമ്മുടെ റൂം. ഇനി നമുക്ക് പുറത്തുള്ള കാഴ്ചകളിലേക്ക് പോകാം. വാ.
റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ റിസോർട്ട് ഒന്ന് ചുറ്റി നടന്ന് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ ജോക്കുട്ടനും ചക്കരയ്ക്കും ഉറക്കം വരില്ല. അതുകൊണ്ട് അവരെയും കൊണ്ട് ഇതാ റിസോർട്ട് ഒന്ന് കാണാൻ ഇറങ്ങി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ ഇത്. ഏറ്റവും മുകളിലായിട്ടാണ് ഈ റിസോർട്ട് നിൽക്കുന്നത്. സെങ്കുളമാണ് ഇത് ശരിക്കും പറഞ്ഞ സ്ഥലം. എൽക്കുന്ന് ഇല്ലിക്കൽ റോഡ് മേരിലാൻഡ് ചർച്ചിന് തൊട്ടടുത്ത് തന്നെയാണ് ഇത്. മൂന്നാർ വരെ പോകണ്ട കേട്ടോ, അതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് വഴി ദൂരം എളുപ്പമുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ മൂന്നാർക്ക് പോകും. കുറച്ച് അവിടെ എന്തൊക്കെയാണെന്ന് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ എന്തൊക്കെയാണെന്ന് ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾ ഇത് കഴിഞ്ഞ് മൂന്നാറിന് പോകും. അപ്പോൾ ഇത് ഓരോ റൂംസും സെപ്പറേറ്റ് റൂംസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഡബിൾ റൂമായിട്ടുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി മെമ്പേഴ്സ് ഗെറ്റ് ടുഗദർ അങ്ങനെയൊക്കെ അങ്ങ് വരുന്നവർക്ക് ഇവിടെ കൂടാനായിട്ട് പറ്റും. പിന്നെ സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കും കേട്ടോ. ജോക്കുട്ടനും ചക്കരയും ആദ്യം കണ്ടുപിടിച്ചത് അവർക്ക് ഇവിടെ പ്ലേ ഏരിയ ആയിരുന്നു. പിന്നെ പൂള് നോക്കി ഒന്ന് നോട്ടം വെച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയായി. ചായയൊക്കെ കുടിച്ചതിന് ശേഷം പൂളിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ വന്നപ്പോൾ തന്നെ നോട്ടം ഇട്ടതാണ് ഈ വില്ലുവണ്ടി. എന്തായാലും കുതിരവണ്ടിയിൽ കയറി കുറേ ഫോട്ടോസ് റീൽസൊക്കെ എടുത്തു. എല്ലാവരുടെയും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. They tell me that I'm never gonna make it. They want me to do something that could make sense. They hate when I ശേഷം പൂളിൽ ഇറങ്ങാനുള്ള ടൈമൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് നമ്മൾ ഇവിടെ തന്നെ ചായയും അതുപോലെ തന്നെ നമുക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ഓർഡർ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് പൂളിലേക്ക് വരാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് പൂളും അതിന് അടുത്തുള്ള തന്നെ സ്പാ ഏരിയ ഇതിനടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഈ മൂന്നാറായതുകൊണ്ട് തന്നെ നല്ല രസമാണ്. ഫ്ലവേഴ്സും ഒക്കെ കാണാനായിട്ട് നല്ല രസം. അപ്പോൾ താഴെയൊക്കെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ട്, പല പല വൈവിധ്യമുള്ള ചെടികളുണ്ട്. അപ്പോൾ അതിനൊക്കെ അടുത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലായിരുന്നു പ്രധാന പരിപാടി. പിന്നെ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു രസമാണല്ലോ, ഒരു മനസ്സിനൊരു സുഖമാണ്. ഇതിന് തൊട്ടപ്പുറത്താണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഫുഡ് ഏരിയ. അതുപോലെ തന്നെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ സ്പാ ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ വന്നിട്ട് സ്പാ ചെയ്യേണ്ടവർക്ക് സ്പാ ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഇവിടെ ഒരുക്കി തരുന്നുണ്ട്. അതിനുശേഷം വൈകുന്നേരം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നേരെ പിന്നെ പൂളായിരുന്നല്ലോ നമ്മുടെ ഒരു ലക്ഷ്യം തന്നെ. ഈ ഒരു കൊടും ചൂടിൽ നിന്ന് എറണാകുളത്ത് നിന്ന് വന്നിട്ട് പൂളിൽ വന്നില്ലെങ്കിൽ പിന്നെ എന്താ ഒരു രസമല്ലേ. അപ്പോൾ എന്തായാലും ഏറ്റവും ആദ്യം ബാക്കി എല്ലാവരും വരുന്നതിന് മുമ്പേ ഞങ്ങൾ പൂളിലെത്തി. ഇത് അവിടെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ചക്കരയും ജോക്കുട്ടനും. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ കുട്ടികൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. വലിയ ആഴമില്ല, പക്ഷെ അങ്ങോട്ടേക്ക് എല്ലാവർക്കും നമുക്ക് മുതിർന്നവർക്കും കൂടെ നിൽക്കാൻ പറ്റുന്ന അത്രയും കുറച്ചും കൂടെ താഴ്ചയുള്ള ഇടമാണ്. അപ്പോൾ ചക്കരയും ജോക്കുട്ടനും ഇതിനകത്ത് കിടന്ന് കുളി തുടങ്ങിയിട്ടുണ്ട്. എനിക്കും പതുക്കെ ഇറങ്ങണം. ഇവിടെ ഞങ്ങൾ എത്ര സമയം സ്പെൻഡ് ചെയ്തു? എനിക്ക് തോന്നുന്നു ഒരു 6-6:30 വരെയെങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവട്ടെ. കാരണം ഇവർ രണ്ടുപേരും കയറുണ്ട് ഇതിനകത്തുനിന്ന്. ഈവനിങ് ആയിരുന്നു ഏറ്റവും രസം. ആ വെയിലൊക്കെ ആറിക്കഴിഞ്ഞ് ആ ഒരു പതിയെ ഒരു 6-6:30 ആയപ്പോഴേക്കും എന്താ പൂള് കണ്ടോ, നമ്മുടെ കവര് പൂത്ത പോലെ ഇല്ലേ, കവരിലിതായി ഇറങ്ങിയിട്ടുള്ള ചക്കരയെ പോലെ ഉണ്ടല്ലേ. അപ്പോൾ അതായിരുന്നു ഏറ്റവും രസം. ഞങ്ങളൊരു 6:30 വരെ ഇതിനകത്ത് കിടന്നു. പിന്നെ ഇനി ഒന്ന് പതുക്കെ ടൗണിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നൈറ്റ് ആംബിയൻസ് റിസോർട്ടിൻ്റെ. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ പുറത്ത് പോയാണ് ഫുഡ് കഴിച്ചത്. അതിന് ശേഷമാണ് റിസോർട്ടിലേക്ക് വന്നത്. പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ടൗണൊക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷമാണ് നേരെ റിസോർട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇനി എല്ലാവർക്കും ഗുഡ് നൈറ്റ്. കിടന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ബാക്കി റിസോർട്ടിൻ്റെ വിശേഷങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ് ആ ഒരു ഈവനിങ് ടൈം. ഇവിടെ നല്ല തണുപ്പും വന്ന് തുടങ്ങിയിട്ടുണ്ട്. കോടിയൊന്നും ഇറങ്ങിയിട്ടില്ല. ഈ ഒരു സമയം ആയതുകൊണ്ടായിരിക്കും ചെറിയ തണുപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നൈറ്റ് ആയപ്പോൾ രാത്രി നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഈ ഒരു രാത്രിയിൽ ഞങ്ങളെ ഒന്നും കാണുന്നില്ലല്ലോ, ഭയങ്കര ഇരുട്ടായല്ലോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇനി നമുക്ക് രാവിലെ പാക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ദാ രാവിലെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ ഇവിടെ. രാത്രി ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരെ ഫാൻ ഇട്ടോളൂ, AC ഓണേ ചെയ്തിട്ടില്ല. നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് AC ഓൺ ചെയ്യാനേ പോയില്ല. നോക്ക് എന്ത് രസം അവിടെ എന്നറിയോ, മുഴുവൻ ഇങ്ങനെ മലനിരകളും മേഘങ്ങൾ. അതായിരുന്നു ഏറ്റവും രസം രാവിലെ കാണാനായിട്ട്. പൂൾ ഏരിയയിലൊക്കെ ഇങ്ങനെ നല്ല തണുത്ത് കിടക്കുമായിരുന്നു. അതിന് ആ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ മേഘങ്ങൾ മൊത്തം കാണാം. ഈ റിസോർട്ട് മുകളിലായതുകൊണ്ട് തന്നെ ഇതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റാണ്. കിച്ചൺ ഓൺ ഫയറിലേക്ക് ഇതാ ഞങ്ങൾ കയറി. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, പറയാതെ വയ്യ. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറാണ്. ഈവനിങ് സ്നാക്സും അടിപൊളിയായിരുന്നു. ഞങ്ങൾ കഴിച്ച അത്രയും അടിപൊളി. അപ്പോൾ ചക്കരയ്ക്ക് ഇതാ ഇവിടെ ഇഷ്ടമുള്ള സാധനങ്ങൾ ആദ്യം കിട്ടി. പാലും അതുപോലെ തന്നെ ചോക്കോസും ഒക്കെ ആയിരുന്നു അവളുടെ ഫേവറേറ്റ്. പിന്നെ ഇതാ ഇവിടെ വെജിറ്റബിൾ വേണ്ടവർക്ക് വെജിറ്റബിൾ ഉണ്ട്, അതായത് നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ് ഉണ്ട്. ഉപ്പുമാവ്, പഴം, അതുപോലെ തന്നെ പൂരി, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ട്. അതുപോലെ ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസ് ഉണ്ട്. ഫ്രൂട്ട്സ് ഇഷ്ടമുള്ളവർക്ക് ഫ്രൂട്ട്സ് കഴിക്കാം.
പിന്നെ മെയിനായിട്ട് നമുക്ക് ഇവിടെ സോസേജ് ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു, അതുപോലെ തന്നെ മുട്ട, പിന്നെ ബ്രെഡ് ജാം, അതുപോലെ തന്നെ പാൻ കേക്ക്, പിന്നെ മുഫിൻസ്, പിന്നെ ബ്രെഡ് ആൻഡ് ജാം ബട്ടർ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയുണ്ട്. പിന്നെ ഇഡലി ഇഷ്ടമുള്ളവർക്ക് ഇഡലി കഴിക്കാം, സാമ്പാർ, ചട്നി അതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ദോശ, അപ്പം അത് വേണ്ടവർക്ക് അത്. പിന്നെ വട നല്ല സൂപ്പർ വടയായിരുന്നു, നല്ല മൊരിഞ്ഞ സൂപ്പർ വടയായിരുന്നു. വടയും സാമ്പാറും അതുപോലെ തന്നെ ചട്നി ആയിരുന്നു എൻ്റെ ഫേവറേറ്റ്. അത് കഴിച്ചു. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ, ഒന്നും പറയാനില്ല, കിട്ടു ആംബിയൻസ് ആയിരുന്നു ഇവിടെ. അതുമാത്രമല്ല ആളുകൾ വരുന്നതിനേക്കാൾ മുമ്പേ ഞങ്ങൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നതുകൊണ്ട് തന്നെ ഇരിക്കാനും എല്ലാം നമുക്ക് നല്ല പ്ലേസ് കിട്ടി. കുറച്ച് പേരെ ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. 8 മണിക്കായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവരും ഓരോർക്ക് ഇഷ്ടമുള്ളത്, ചക്കരയ്ക്കും ചോക്കോട്ടിനും ഇഷ്ടപ്പെട്ട സാധനം കിട്ടി, ചോക്കോസ്. പിന്നെ ഇവിടെ നടന്ന് പിന്നെയും ബാക്കി കാഴ്ചകളും പിന്നെ കുറച്ച് നേരം പ്ലേ ഏരിയയിലൊക്കെ പോയിരുന്നു. രാവിലെ കുറേ നേരം ചക്കരയ്ക്ക് പൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ പൂളിലൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു 11 മണിയായപ്പോഴാണ് ചെക്ക് ഔട്ട് ആയത്. അത് കഴിഞ്ഞ് ഇനി മൂന്നാറിൽ എവിടെ പോകണം എന്ന് ആലോചിച്ചപ്പോഴാണ് നല്ലൊരു ഏരിയ കിട്ടിയിട്ടുണ്ട്, ഒരു അഡ്വഞ്ചർ സ്പോർട്സിൻ്റെ ഏരിയയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അടുത്തത്. അപ്പോൾ ആ വീഡിയോ പുറകെ വരുന്നുണ്ട്. യെസ് അപ്പോൾ ഇതാവും നമ്മുടെ ഇന്നത്തെ ഇവിടെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബൈ പറയുകയാണ് കേട്ടോ. അപ്പോൾ സ്പ്രൈസ് റിസോർട്ട് ആൻഡ് സ്പായിലായിരുന്നു ഞങ്ങൾ. അടിപൊളിയായിട്ടുള്ള റിസോർട്ടാണ്, ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് 1 ഡേ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള എല്ലാം തന്നെയുണ്ട്. സ്പായ് ഞങ്ങൾ യൂസ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു, നല്ലൊരു റിസോർട്ടാണ്, എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യുക. വീണ്ടും നല്ല സൂപ്പർ വീഡിയോസായിട്ട് നമുക്ക് കാണാം. ബൈ.